أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الرسل كلوا من الطيبات واعملوا صالحا إني بما تعملون عليم. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്റെയും വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ് സർവശക്തൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുതുബയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ ഇസ്രാ മിഅ്റാജ് രണ്ട് യാത്രകളെ സംബന്ധിച്ച് അതിൻ്റെ ചെറിയ ഒരു വിശദീകരണവും ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട 3 കാര്യങ്ങൾ, ഒന്ന് 5 വഖത്ത് നമസ്കാരവും, 2 സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗവും, 3 ശിർക്കൊഴിച്ചുള്ള പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്നും. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം ചർച്ച ചെയ്തത്. ആ യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചത്, സൽക്കരിച്ചത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുടിക്കാനായി നൽകപ്പെട്ടത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സുദീർഘമായ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഉതീതു ബിഇനാഅൈനി, 2 പാത്രങ്ങൾ കൊണ്ടുവരപ്പെട്ടു. ഫീ അഹദിഹിമാ ലബനുൻ, ഒരു പാത്രത്തിൽ പാലായിരുന്നു. വഫിൽ ആഖരി ഖംറുൻ, രണ്ടാമത്തെ പാത്രത്തിൽ മദ്യമായിരുന്നു. ഫഖീല ലി, എന്നിട്ട് എന്നോട് പറയപ്പെട്ടു, ഖുദ് അയ്യഹുമാ ശിഅ്ത, താങ്കൾ ഏതാണോ ഉദ്ദേശിക്കുന്നത്, അഥവാ പ്രവാചകരെ താങ്കൾക്ക് ഇഷ്ടമുള്ളത് താങ്കൾ തിരഞ്ഞെടുക്കുക. ഫഅഖദ്തു ലബന, ഞാൻ പാൽ തിരഞ്ഞെടുക്കുകയും, ഫശരിബ്തുഹു, ആ പാൽ ഞാൻ കുടിക്കുകയും ചെയ്തു. ആ സമയത്ത് ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഹുദീതൽ ഫിത്രത ഔ അസബ്തൽ ഫിത്ര, പ്രവാചകരെ താങ്കൾ ശുദ്ധമായത് തിരഞ്ഞെടുത്തിരിക്കുന്നു. നേരെ മറിച്ച് അമാ ഇന്നക ലൗ അഖൽതൽ ഖംറ വവത് ഉമ്മതുക, നബിയെ താങ്കളെങ്ങാനും മദ്യം തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ താങ്കളുടെ സമുദായം മുഴുവനും നശിച്ചു പോകുമായിരുന്നു. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജിന്റെ വേളയിൽ, ആകാശയാത്രയിൽ അതിഥിയെ സൽക്കരിക്കുക എന്നോണം പ്രവാചകന്റെ മുന്നിലേക്ക് കുടിക്കാനായി കൊണ്ടുവരപ്പെട്ട 2 പാത്രങ്ങളിൽ ഒന്ന് പാലും മറ്റൊന്ന് മദ്യവുമായിരുന്നു. ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, അവകാശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഏറ്റവും
ശുദ്ധമായത് തിരഞ്ഞെടുക്കുകയും ചെയ്തു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, പ്രവാചകരെ, താങ്കൾ മദ്യം തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ താങ്കളുടെ സമുദായം മുഴുവനും നശിച്ചു പോകുമായിരുന്നു. ഇവിടെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ ഒരു പ്രത്യേകതയാണ്. ജീവിതത്തിൽ ഇഖ്തിയാർ അഥവാ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടുണ്ട്. ഏതാണ് ശുദ്ധമായത്, ഏതാണ് മോശമായത് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ, വ്യക്തമായി ഗ്രഹിച്ചറിയാനുള്ള എല്ലാവിധ കഴിവുകളും ശേഷികളും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടുണ്ട്. മലക്കുകളെ സംബന്ധിച്ച് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാം. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് ഒരിക്കലും എതിര് പ്രവർത്തിക്കാത്ത ഒരു വിഭാഗമാണ് മലക്കുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ അവരോട് കൽപ്പിക്കുന്നത് ആ കൽപ്പനകൾ അക്ഷരം പ്രതി അനുസരിക്കുക എന്നല്ലാതെ അതിന് എതിര് പ്രവർത്തിക്കാനുള്ള, അനുസരണക്കേട് കാണിക്കാനുള്ള സ്വാതന്ത്ര്യം മലക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. എന്നാൽ മനുഷ്യന്റെ കാര്യം അങ്ങനെയല്ല. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറ വ ഇമ്മാ കഫൂറ. തീർച്ചയായും നാം അവന് വഴി കാണിച്ചു കൊടുത്തു. ഒന്നുകിൽ അവൻ നന്ദിയുള്ളവനാകുന്നു, അതല്ലെങ്കിൽ അവൻ നന്ദി കെട്ടവനായി തീരുന്നു. അഥവാ നന്മയുടെയും തിന്മയുടെയും നന്ദിയുടെയും നന്ദികേടിന്റെയും രണ്ട് മാർഗങ്ങൾ മനുഷ്യന്റെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി വരച്ചു കാണിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം വഹദൈനാഹുൻ നജ്ദൈൻ, പൊന്തി നിൽക്കുന്ന രണ്ട് മാർഗങ്ങൾ എന്നാണ്. ഒന്ന് സത്യത്തിന്റെ മാർഗമാണ്, മറ്റൊന്ന് അസത്യത്തിന്റെ മാർഗമാണ്. ഇതിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഇതിൽ ഏത് മാർഗമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നതിനെ സംബന്ധിച്ചൊരു പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ഈ ഭൗതികമായ അഥവാ ഈ ഇഹലോക ജീവിതം എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. പല ആളുകളും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ യുക്തിവാദികളടക്കം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവും നരകവും സൃഷ്ടിച്ചത്? എന്തിനാണ് നല്ല മനുഷ്യരെയും ചീത്ത മനുഷ്യരെയും സൃഷ്ടിച്ചത്? കുറെ ആളുകളെ സ്വർഗത്തിലും കുറെ ആളുകളെ നരകത്തിലുമായും വേർതിരിക്കുന്നത് എന്തിനാണ്? എല്ലാ മനുഷ്യരെയും നല്ല മനുഷ്യരായി സൃഷ്ടിച്ച് എല്ലാവരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചാൽ പോരെ എന്നാണ് പലപ്പോഴും ഇതിന്റെ ശത്രുക്കളടക്കം നമ്മളോട് ചോദിക്കാറുള്ള ഒരു ചോദ്യം. നാം മനസ്സിലാക്കേണ്ടത്, ലോകത്ത് എന്നും രണ്ട് തരത്തിലുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് നന്മയുടെ ആളുകളാണ്, മറ്റൊന്ന് തിന്മയുടെ ആളുകളാണ്. ഏത് മാർഗമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്? അത് കൃത്യമായി പഠിപ്പിക്കാൻ പ്രവാചകന്മാരെയും ആ പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥങ്ങളും നൽകുകയുണ്ടായി. എന്നിട്ട് മനുഷ്യനോട് പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണവും ജീവിതവും സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? നിങ്ങളിൽ ആരൊക്കെയാണ് നല്ല കർമ്മങ്ങൾ അഥവാ നന്നായി ജീവിക്കുന്നത് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം മനുഷ്യന്റെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇവിടെ ഖുർആൻ പറഞ്ഞത് ജീവിതവും മരണവും സൃഷ്ടിച്ചു എന്നല്ല, മരണവും ജീവിതവും സൃഷ്ടിച്ചു എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് മരണത്തെ കുറിച്ചാണ്. അഥവാ യഥാർത്ഥമായ ജീവിതത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് മരണം എന്ന് പറയുന്നത്. മരണത്തിനപ്പുറത്താണ്, മരണത്തിന് ശേഷമാണ് ശാശ്വതമായ അനശ്വരമായ ഒരു ജീവിതം വരാനുള്ളത്. ആ മരണാനന്തര ജീവിതത്തിൽ ആരൊക്കെയാണ് നിങ്ങളിൽ വിജയം കൈവരിക്കുക എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അവൻ നിങ്ങൾക്കിടയിൽ മരണത്തെയും ജീവിതത്തെയും സംവിധാനിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ നമ്മുടെ മുന്നിൽ ഓതിച്ചിരിക്കുകയാണ്. നാം ഏത് മാർഗം സ്വീകരിക്കണം? ഇവിടെ നല്ല മനുഷ്യരായി ജീവിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവിനെ ആരാധിച്ച് അവനെ ഇബാദത്ത് ചെയ്ത് അവനിൽ പങ്കുചേർക്കാതെ മുവഹിദുകളായി കൃത്യമായി പള്ളികളിൽ നിന്നുള്ള ബാങ്ക് വിളിക്ക് ഉത്തരം നൽകി നമസ്കാരം നിർവഹിച്ച് കുടുംബം പുലർത്തി അയൽവാസിയെ പരിഗണിച്ച് സാമൂഹ്യ മര്യാദകൾ പാലിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്ത് നല്ല മനുഷ്യരായി ജീവിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. എന്നാൽ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്ന ആളുകൾ ഇവിടെയുണ്ട്.
ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് അതിന് എല്ലാവിധ അനുകൂലമായ സാഹചര്യങ്ങളും ഉണ്ടാവുകയാണ്. എവിടെയെങ്കിലും പോയി ഒരു ക്ഷേത്രം നിർമ്മിക്കാതെ, എവിടെയാണോ പള്ളിയുള്ളത്, എവിടെയാണോ ബാങ്ക് വിളിക്കപ്പെടുന്നത്, ആ സ്ഥലം തന്നെ ഞങ്ങൾക്ക് അമ്പലം പണിയാൻ വേണമെന്ന് വാശി പിടിക്കുകയും എന്നിട്ട് അതിന്റെ പേരിൽ സർവേ നടത്തുകയും അവിടെ വിഗ്രഹത്തെ കൊണ്ടുവരികയും അവിടെ പൂജ നടത്തുകയും പാതിരാ സമയത്ത് വന്നുകൊണ്ട് പൂജ ആരംഭിക്കുകയും പള്ളികൾ തകർക്കുകയും മദ്രസകളെ തകർക്കുകയും അവിടെയുള്ള ആളുകളെ ഉപദ്രവിക്കുകയും നീതി നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ സഹോദരങ്ങളെ, രണ്ടു കൂട്ടരും മരണത്തിന് ശേഷം തുല്യരാണെങ്കിൽ എന്ത് നീതിയാണ് ഈ ജീവിതത്തിൽ ഉണ്ടാവുക? രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി തന്റെ കുടുംബത്തെ പോറ്റുന്നവരും ഈ കഷ്ടപ്പെടുന്നവന്റെ പോക്കറ്റടിച്ചുകൊണ്ട് ഇവിടെ ലാവിഷായി ജീവിക്കുന്നവരും മരണത്തിനു ശേഷം ഒരുപോലെയാണെങ്കിൽ പിന്നെ ജീവിതത്തിൽ എന്ത് അർത്ഥമാണുള്ളത്? അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അന്നജഅലുൽ ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർദി അന്നജഅലുൽ മുത്തഖീന കൽ ഫുജാർ അന്നജഅലുൽ ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർദി. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെയാണോ? അവരെ പോലെ നാം ആക്കുമോ? വിശ്വസിക്കുക, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകളെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെ പോലെ നാം ആക്കുമോ? സൂക്ഷ്മത പാലിക്കുന്ന ആളുകളെ തോന്നിയവാസികളെ പോലെ നാം ആക്കുമോ എന്നാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. രണ്ടു കൂട്ടരും ഒരിക്കലും മരണത്തിനു ശേഷം ഒരുപോലെയല്ല. ഇവിടെ നീതി നിഷേധിക്കപ്പെടുമ്പോ, ന്യായമായ അവകാശങ്ങൾ തടയപ്പെടുമ്പോ ഏതൊരു മനുഷ്യ മനസ്സിന്റെയും തേട്ടമാണ് എനിക്ക് നീതി കിട്ടണം, എനിക്ക് നീതി ലഭിക്കണം, എന്റെ അവകാശങ്ങൾ എനിക്ക് പൂർണ്ണമായി കിട്ടണം. അതിന് പറ്റുന്ന ഒരു കോടതി ഉണ്ടായിരുന്നെങ്കിൽ, അതിന് പറ്റുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു സംവിധാനം നിലവിൽ വന്നിരുന്നെങ്കിൽ എന്നത് ഏതൊരു മനുഷ്യ മനസ്സിന്റെയും തേട്ടമാണ്. അങ്ങനെ ഒരു കോടതി വരാനുണ്ട്, അങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. നീതി പൂർണ്ണമായി നടപ്പിലാക്കപ്പെടുന്ന, അനീതിക്ക് വേണ്ടി കൊടിപാറിക്കുന്ന ആളുകളെ ശക്തമായ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി അവർക്ക് വേണ്ട ശിക്ഷാമുറകൾ നൽകുന്ന ഒരു കോടതി ഇവിടെ വരാറുണ്ട് എന്നത് ഇസ്ലാം ലോകത്തിന്റെ മുന്നിൽ വിശദീകരിക്കുന്ന പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇവിടെ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മുന്നിൽ നന്മയുടെ മാർഗമുണ്ട്, തിന്മയുടെ മാർഗമുണ്ട്, നീതിയുടെ മാർഗമുണ്ട്, അനീതിയുടെ മാർഗമുണ്ട്. ഏത് മാർഗവും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അഥവാ ഇതൊരു പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ ആരാണ് വിജയിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ പ്രവാചകൻ അസ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പരീക്ഷണം നേരിടേണ്ടി വന്നപ്പോൾ ശുദ്ധമായ പാൽ തിരഞ്ഞെടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പരീക്ഷണത്തിൽ വിജയിച്ചുവെങ്കിൽ ഞാനും നിങ്ങളും പിൻപറ്റേണ്ടത് ആ പ്രവാചകന്റെ മാർഗമാണ്. എന്റെ നോട്ടമാകട്ടെ, എന്റെ കേൾവിയാകട്ടെ, എന്റെ സംസാരമാകട്ടെ, എന്റെ ഇടപാടുകളാകട്ടെ, എന്റെ പെരുമാറ്റങ്ങളാകട്ടെ, ഇസ്ലാം പഠിപ്പിച്ച കൃത്യമായ നന്മയുടെ മാർഗങ്ങളിൽ കൂടിയായിരിക്കണം. തിന്മയുടെ മാർഗം നിന്റെ മുന്നിലുണ്ട്, അതിന്റെ വ്യാപകമാണ്. ആ തിന്മകൾ പ്രവർത്തിക്കാൻ, ഹറാമുകൾ കാണാൻ, ഹറാമിലൂടെ സഞ്ചരിക്കാനുള്ള ഒരുപാട് സ്വാതന്ത്ര്യം നിനക്ക് ഇവിടെയുണ്ട്. എല്ലാവിധ അനുകൂല സാഹചര്യങ്ങളും നിനക്കുണ്ട്. നന്മയേക്കാൾ കൂടുതലായി തിന്മക്ക് പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏതാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്? നന്മയുടെ മാർഗം തിരഞ്ഞെടുത്താലല്ലാതെ ഒരിക്കലും മരണാനന്തര ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പാൽ തിരഞ്ഞെടുത്ത സന്ദർഭത്തിൽ പറഞ്ഞത്, പ്രവാചകനെ താങ്കൾ മദ്യം തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ താങ്കളുടെ സമുദായം മുഴുവനും നശിച്ചു പോകുമായിരുന്നു. ഇന്ന് നമ്മുടെ നാടിന്റെ അവസ്ഥ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന നൂറുകണക്കിന് അക്രമങ്ങൾ, അന്യായങ്ങൾ, അനീതികൾ, അതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന വില്ലൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഖംറാണ്, മദ്യമാണ്, ലഹരിയാണ്, സ്വബോധമില്ലായ്മയാണ്, മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിക്കുന്ന ലഹരി പദാർത്ഥങ്ങളാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്. സകല തിന്മകളുടെയും, സകല തെമ്മാടിത്തരങ്ങളുടെയും മാതാവ്, എല്ലാ
മദ്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇന്നൊരൽപ്പം മദ്യത്തിന്റെ രുചി നോക്കാത്ത യുവാക്കളെ നമുക്ക് കാണാൻ കഴിയില്ല, യുവതികളെ നമുക്ക് കാണാൻ കഴിയില്ല. വിദ്യാർത്ഥികളെ പോലും ഇന്ന് ലഹരി മരുന്നുകൾ, ലഹരി പദാർത്ഥങ്ങൾ അവരെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, വിദ്യാർത്ഥികളെ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയകളെ നമുക്കിന്ന് കാണാൻ സാധിക്കുകയാണ്. പ്രവാചകൻ പറയുകയാണ്, സകല തെമ്മാടിത്തരങ്ങളുടെയും മാതാവ് ഖംറാണ്, മദ്യമാണ്, ലഹരിയാണ്, മനുഷ്യന്റെ സ്വബോധത്തെ നശിപ്പിക്കുന്ന ലഹരി പദാർത്ഥങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് മാത്രമല്ല, ഇത് ഉപയോഗിക്കുന്നവൻ അതിനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന് തകരാറില്ല, ഇതിന് കുഴപ്പമില്ല, ഇത് ചെയ്താൽ ഒരു പ്രശ്നവുമില്ല, ഉറക്കമില്ല, ക്ഷീണമില്ല, 48 മണിക്കൂർ ലൈവായി നല്ല ഉഷാറായി ഉറങ്ങാതെ എന്തും ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന, ഊർജം നൽകുന്ന, ആവേശം നൽകുന്ന, കരുത്ത് നൽകുന്ന മരുന്നുകളാണിത് എന്ന് ന്യായീകരിക്കുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം, ഇന്ന ഉനാസൻ മിൻ ഉമ്മത്തി യശ്റബൂനൽ ഖംറ യുസമ്മുനഹാ ബിഗൈരി ഇസ്മിഹാ. തീർച്ചയായും ഒരു വിഭാഗം ആളുകൾ വരാനുണ്ട്, എന്റെ സമുദായത്തിൽ ഒരു വിഭാഗം ആളുകൾ വരും, അവർ മദ്യം കുടിക്കും, എന്നിട്ടോ യുസമ്മുനഹാ ബിഗൈരി ഇസ്മിഹാ, അതിന് അതിൻ്റെതല്ലാത്ത പേരുകൾ അവർ പറയും. അഥവാ ഇതിന് തകരാറില്ല, ഇതിന് കുഴപ്പമില്ല, ഇത് മത്തുണ്ടാക്കുന്നില്ല, ഇത് വീര്യം കുറഞ്ഞതാണ്, ഇതിന് തകരാറില്ല എന്നിങ്ങനെ മദ്യം ഉപയോഗിച്ചുകൊണ്ട്, അതിനെ ന്യായീകരിച്ചുകൊണ്ട്, അതിന് വ്യത്യസ്തമായ പേരുകൾ പറയുന്ന ഒരു വിഭാഗം ആളുകൾ എന്റെ ഉമ്മത്തിൽ വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഹരി ഉണ്ടാക്കുന്ന എല്ലാ പദാർത്ഥങ്ങളെയും, അത് കുടിക്കുന്നതാണെങ്കിലും, കുത്തിവെക്കുന്നതാണെങ്കിലും, മൂക്കിലൂടെ വലിക്കുന്നതാണെങ്കിലും, വായിലിട്ട് ചവക്കുന്നതാണെങ്കിലും, ഏതാണെങ്കിലും മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിക്കുന്ന ലഹരി പദാർത്ഥങ്ങളെല്ലാം ഇസ്ലാം കർശനമായി വിരോധിച്ചിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിൽ കാണാം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ, ഫലാ യശ്റബിൽ ഖംറ, അവൻ കള്ളു കുടിക്കാൻ പാടില്ല, അവൻ മദ്യപിക്കാൻ പാടില്ല. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുശ്റബു അലൈഹൽ ഖംർ, കുടിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, മദ്യം വിളമ്പുന്ന സദസ്സുകളിൽ അവൻ പോയിരിക്കാൻ പാടില്ല. അല്ലാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്നവൻ മദ്യം വിളമ്പുന്ന സദസ്സിൽ പോയിരിക്കാൻ പാടില്ല, ഷാപ്പിൽ പോകാൻ പാടില്ല എന്ന് മാത്രമല്ല, തന്റെ കൂട്ടുകാരന്റെ കല്യാണം നടക്കുകയാണ്, തന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്, ചെറുപ്പം മുതലേ ഒന്നിച്ച് പഠിച്ചവരാണ്, ഒന്നിച്ച് വളർന്നവരാണ്, കളിച്ചു നടന്നവരാണ്, അത്രമാത്രം വേർപിരിയാൻ പറ്റാത്ത ബന്ധമാണ്. അവന്റെ വീട്ടിൽ ഒരു പ്രോഗ്രാം നടക്കുകയാണ്, എന്നെ ക്ഷണിക്കുകയാണ്, ആ സദസ്സിൽ, ആ ഫംഗ്ഷനിൽ മദ്യം വിളമ്പുന്നുണ്ടോ, ആ സദസ്സിലേക്ക് ഒരു മുസ്ലിം പോകാൻ പാടില്ല എന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. നമ്മൾ പറയും അതപ്പുറത്തല്ലേ, അതിനുവേണ്ടി സെപ്പറേറ്റ് പന്തല് കെട്ടിയിരിക്കല്ലേ, അവരവിടെയല്ലേ, നാം അതിൽ കൂടാതിരുന്നാൽ പോലെ. ചില ആളുകൾ പറയാറുള്ളത് പോലെ, ഷാപ്പിൽ പോയി ചോറ് തിന്നുന്നതിന് എന്താ കുഴപ്പം, കള്ളു കുടിക്കാതിരുന്നാൽ പോലെ. നല്ല ടേസ്റ്റ് ഉള്ള കപ്പയും മീൻകറിയും കിട്ടണമെങ്കിൽ ഷാപ്പിൽ തന്നെ പോകണമെന്ന് പറയുന്നത് പോലെ. എങ്ങനെയുണ്ട്? പ്രവാചകൻ പറയുകയാണ്, മദ്യം കുടിക്കരുത് എന്ന് മാത്രമല്ല, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ മദ്യം വിളമ്പുന്ന സദസ്സുകളിൽ, ആ പാർട്ടികളിൽ അവൻ പോകാൻ പാടില്ല, അവൻ പങ്കെടുക്കാൻ പാടില്ല. മറ്റൊരു ഹദീസിൽ കാണാം, ഫമൻ ശരിബഹാ ലം തുഖ്ബൽ മിൻഹു സ്വലാത്തുഹു 40 യൗമ, ആരെങ്കിലും മദ്യപിച്ചാൽ അവന്റെ 40 ദിവസത്തെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂലെന്നാണ്. ഒരു ബഹുമതി, ഒരുപാടൊന്നും വേണ്ട. ഞാൻ എല്ലാവരും കൂടിയപ്പോ, പെരുന്നാൾ വന്നപ്പോ, ഓണം വന്നപ്പോ, ആഘോഷം വന്നപ്പോ, എന്റെ ചങ്ങാതിയുടെ, എന്റെ കുടുംബത്തിലെ ഒരു പരിപാടിയല്ലേ, അയൽവാസിയുടെ അല്ലേ, ഞാനൊന്ന് ടേസ്റ്റ് നോക്കി, ഞാനൊന്ന് രുചി നോക്കി, മതി. ഒരംശം നിന്റെ വായിലേക്ക് പോയാൽ, നിന്റെ വയറ്റിലേക്ക് പോയാൽ അവന്റെ 40 ദിവസത്തെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. എന്ന് മാത്രമല്ല, ഫൈൻ മാത വഹിയ ഫീ ബത്നിഹി മാത മൈതതൻ ജാഹിലിയ, മദ്യം അവന്റെ വയറ്റിലായിരിക്കെ അവൻ മരണപ്പെട്ടാൽ അവൻ മരിക്കുന്നത്
പെണ്ണുങ്ങൾ മാത്രമല്ല, ഇന്ന് ഏതെല്ലാം പേരുകളിൽ അറിയപ്പെടുന്നുവോ, യുവാക്കൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നുവോ, സ്കൂളുകളെ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നുവോ, മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിക്കുന്ന, അവന്റെ സ്വബോധത്തെ നഷ്ടപ്പെടുന്ന ഏത് ലഹരി പദാർത്ഥങ്ങളാണെങ്കിലും അത് ഉപയോഗിച്ച അവസ്ഥയിൽ നീ മരണപ്പെട്ടാൽ നിന്റെ മരണം അനിസ്ലാമികമായ മരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് മാത്രമല്ല, നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് വരുമ്പോൾ ഇന്നല്ലാഹ അസ്സ വജല്ല അഹ്ദ, അല്ലാഹുവിന്റെ മേൽ ബാധ്യതയുണ്ട്. ലിമൻ യശ്റബുൽ മുസ്കിറ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരെ കുടിപ്പിക്കൽ, അയസ്തയഹു മിൻ തീനത്തിൽ ഖബാൽ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് വരുമ്പോൾ തീനത്തുൽ ഖബാൽ കുടിപ്പിക്കും. അത് അല്ലാഹു ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുകയാണ്. ഖാലു, സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ തീനത്തുൽ ഖബാൽ, അല്ലാഹുവിന്റെ പ്രവാചകരെ എന്താണ് തീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ? ഖാല, അവിടെന്ന് പറഞ്ഞു, അറഖു അഹ്ലിന്നാർ ഔ ഉസാറതു അഹ്ലിന്നാർ, നരകവാസികളായ ആളുകളെ നരകത്തിലിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചുട്ടുകരിക്കുമ്പോൾ ആ തീജ്വാലകൾ അവരുടെ ശരീരത്തെ കാർന്നു തിന്നുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന നരകവാസികളുടെ വിയർപ്പ്, അതല്ലെങ്കിൽ അവരുടെ ശരീരം ഇങ്ങനെ വെന്തുരുകുമ്പോ അതിൽ നിന്ന് ഒലിച്ചു വരുന്ന ദുർനീര്, ആ നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഇറ്റു വീഴുന്ന ചീഞ്ചലം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ആളുകളെ കുടിപ്പിക്കുമെന്നത് ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെല്ലാവരും മനസ്സിലാക്കണം, നമുക്കൊരു തോന്നലുണ്ട്, ഈ പറയുന്നതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, ഈ പറയുന്നതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മൾ സമാധാനിക്കുകയാണ്. കാരണം എന്താ? ഞാൻ കള്ളു കുടിക്കാൻ പോണില്ല, ഞാൻ കഞ്ചാവ് വലിക്കാൻ പോണില്ല, ഞാൻ MDMA ഒന്നും ഉപയോഗിക്കുന്നില്ല, അപ്പൊ ഈ പറയുന്നതൊന്നും എന്നെ ബാധിക്കുന്നില്ലല്ലോ. ഹറാമിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിൽക്കാൻ സാധിക്കണം. നമ്മുടെ മുന്നിൽ ഹറാമിന്റെ വഴിയുണ്ട്, ശുദ്ധമായ ഹലാലിന്റെ വഴിയുണ്ട്. നാം ഏത് തിരഞ്ഞെടുക്കണം? നമുക്ക് മാതൃക പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധമായി തിരഞ്ഞെടുത്ത് നമുക്ക് മാതൃക കാണിച്ചു. എന്നാൽ നമ്മളെ ബാധിക്കുന്ന വിഷയം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അനബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഅതിയന്ന അലന്നാസി സമാനുൻ, തീർച്ചയായും ജനങ്ങൾക്ക് ഒരു കാലം വരാറുണ്ട്, ലാ യുബാലിൽ മർഉ, അന്ന് മനുഷ്യൻ പരിഗണിക്കുകയില്ല, ബിമാ അഖദൽ മാല അമിൻ ഹലാലിൻ അം മിൻ ഹറാമിൻ, പണം സമ്പാദിക്കുമ്പോ താൻ പണം സമ്പാദിക്കുന്നത് ഹറാമിലൂടെയാണോ ഹലാലിലൂടെയാണോ എന്നന്വേഷിക്കാത്ത, എന്ന് ചിന്തിക്കാത്ത ഏതെങ്കിലും മാർഗത്തിലൂടെ തനിക്ക് പണം സമ്പാദിച്ചാൽ മതി എന്ന് മാത്രം ചിന്തിക്കുന്ന, ഹറാമും ഹലാലും വേർതിരിക്കപ്പെടാത്ത ഒരു കാലഘട്ടം വരാറുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു കാലഘട്ടത്തിലായിരുന്നു ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എങ്ങനെയെങ്കിലും 10 കാശ് ഉണ്ടാക്കണം. അത് ഒരുത്തരെ ചവിട്ടി താഴ്ത്തിയിട്ടാണെങ്കിലും, അവനെ വഞ്ചിച്ചിട്ടാണെങ്കിലും, ലോട്ടറി എടുത്തിട്ടാണെങ്കിലും, സ്ത്രീധനം വാങ്ങിയിട്ടാണെങ്കിലും, എങ്ങനെയെങ്കിലും വാപ്പാന്റെ മരണത്തിനായി കൊതിച്ചിട്ടാണെങ്കിലും, മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും കൃത്രിമം ചെയ്ത് തട്ടിപ്പ് കാണിച്ച് പല നിലയ്ക്ക് ഏതെല്ലാം നിലക്ക് പണം സമ്പാദിക്കാൻ പറ്റുമോ ആ നിലക്കെല്ലാം പണം സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമ്പാദ്യത്തിലൂടെയാണ് നിന്റെ ശരീരം വളർന്നതെങ്കിൽ, നിന്റെ മാംസം കൊഴുത്തതെങ്കിൽ, നിന്റെ കുടുംബം മെച്ചപ്പെട്ടതെങ്കിൽ. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല, ലഹ്മുൻ, മാംസം. എങ്ങനെയുള്ള മാംസം? നബത മിനസ് സുഹ്തി, ഹറാമിലൂടെ, നിഷിദ്ധമായതിലൂടെ വളർന്നു വന്ന മാംസം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. വകുല്ലു ലഹ്മിൻ, എല്ലാ മാംസവും, നബത മിനസ് സുഹ്തി, ഹറാമിലൂടെ വളർന്നു വന്ന എല്ലാ മാംസവും, എല്ലാ ശരീരവും, കാനത്തിൻ നാറു ഔലാ ബിഹി, അതിലെ ഏറ്റവും അർഹമായത് നരകം തന്നെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹറാം തിന്നിട്ടുണ്ടോ?
ഹറാമിലൂടെയാണോ നിന്റെ കയ്യും കാലും വളർന്നത്, നിനക്ക് ആരോഗ്യമുണ്ടായത്, നീ വാഹനം വാങ്ങിയത്, നീ വീട് വെച്ചത്, നീ വലിയ ആളായി മാറിയത്, ബിസിനസ് തുടങ്ങിയത്, എവിടെന്നാ പണം കിട്ടിയത്, എവിടെന്നാ നീ സമ്പാദിച്ചത്, എവിടെയാ നീ ചെലവഴിച്ചത്? ഹറാമിന്റെ മാർഗത്തിലൂടെയാണെങ്കിൽ സഹോദരങ്ങളെ, അത് മുഴുവൻ നരകത്തിലുള്ളതാണ്, സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. عن أبي برزة الأسلمي رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا تزول قدم ابن آدم يوم القيامة حتى يسأل عن 50 عن عمره فيما أفنى وعن شبابه فيما أبلى وعن ماله من أين اكتسبه وفيما أنفقه وماذا عمل فيما علم. رواه الترمذي. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആദമിന്റെ മക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ കാലുകൾ വെച്ചെടുത്തുനിന്ന് ചലിപ്പിക്കാൻ കഴിയില്ല. ഏതാണ് ആ പറഞ്ഞ രംഗം? പരലോക വിചാരണയുടെ നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പൂർണ്ണമായി നഗ്നരായി പിടിച്ചു നിർത്തി നരകത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി നിങ്ങളെ വിചാരണയ്ക്ക് വേണ്ടി ഒരുക്കുമ്പോൾ ഏതൊരു മനുഷ്യനും മനസ്സിലാക്കുക, 5 ചോദ്യങ്ങൾ നേരിട്ടിട്ടല്ലാതെ, ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറഞ്ഞിട്ടല്ലാതെ ആദമിന്റെ മക്കളെ നിങ്ങളുടെ കാലുകൾ നിങ്ങൾക്ക് ചലിപ്പിക്കാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5 ചോദ്യങ്ങൾ നമ്മളെല്ലാവരും നേരിടേണ്ടവരാ. ഒന്ന്, അൽ ഉംരിഹി ഫീമാ അഫ്ന, നിന്റെ ആയുസ് നീ എന്തിനാണ് ചെലവഴിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ആയുസ് നൽകി, നീ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ചു, നിന്റെ ആയുസ്സിന് കൃത്യമായി നീ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. രണ്ടാമത്തത്, നിന്റെ ആയുസ്സിലെ ഏറ്റവും സുപ്രധാന കാലയളവ് നിന്റെ യുവത്വമാണ്. നിന്റെ യുവത്വം നീ എന്തിനാണ് ചെലവഴിച്ചത്? ഏത് തമ്മാടിത്തരങ്ങളിലും യുവത്വത്തെ നമുക്ക് നിറഞ്ഞു കാണാൻ സാധിക്കുകയാണ്. യുവത്വം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്, തുളുമ്പിക്കളിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് തന്ന ആയുസ്സിലെ ഏറ്റവും നല്ല കാലയളവാണ് യുവത്വം എന്ന് പറയുന്നത്. ആ യുവത്വ കാലഘട്ടം പ്രത്യേകമായി അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. എന്തു മറുപടിയാണ് പറയുക? നിന്റെ യുവത്വം നീ എന്തിൽ ചെലവഴിച്ചു? അല്ലാഹു നിനക്ക് ആയുസ് തന്നിട്ട് നിന്റെ ആയുസ് കൊണ്ട് നീ എന്ത് നേടി? മൂന്നാമത്തെയും നാലാമത്തെയും ചോദ്യം സമ്പത്തുമായി ബന്ധപ്പെട്ടിട്ടാണ്. പണം എവിടെ നിന്ന് സമ്പാദിച്ചു, എവിടെ നീ ചെലവഴിച്ചു? അഞ്ചാമത്തത്, അറിഞ്ഞതുകൊണ്ട് നീ എന്തു പ്രവർത്തിച്ചു? ഇതൊന്നും നമ്മൾ കേൾക്കാത്തവരല്ല, ഇതൊന്നും നമ്മൾ അറിയാത്തവരല്ല. കൊച്ചുനാൾ മുതലേ നമ്മൾ കേൾക്കുന്നുണ്ട്, പള്ളിയിൽ വരുമ്പോഴേ നമ്മൾ കേൾക്കുന്നുണ്ട്, മദ്രസയിൽ പഠിക്കുന്ന കാലം മുതലേ കേൾക്കുന്നുണ്ട്. മാതാപിതാക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട്, ഉസ്താദുമാര് പറഞ്ഞു തന്നിട്ടുണ്ട്, ഗുരുനാഥന്മാർ ഉപദേശിച്ചിട്ടുണ്ട്, നാട്ടിലുള്ള അയൽപക്കത്തിലുള്ള കുടുംബത്തിലുള്ള മഹലിലുള്ള കാരണവരായ ആളുകൾ നമ്മളോട് കുറെ ഗുണദോഷിച്ചിട്ടുണ്ട്. ഒരുപാട് നമ്മൾ കേട്ടു, പക്ഷേ നമ്മൾ നന്നായില്ല. എല്ലാം ഇങ്ങനെ കേട്ടു, മറ്റൊരു ചെവിയിലൂടെ നമ്മൾ പുറത്തേക്ക് തള്ളി. കേട്ടു, പക്ഷേ എതിര് പ്രവർത്തിച്ചു. മുനാഫിഖീങ്ങളെ പറ്റി പറയുന്നിടത്ത്, യഹൂദികളെ പറ്റി പറയുന്നിടത്ത് അവർ കേൾക്കും, പക്ഷെ അവരതിനെതിര് ചെയ്യും, അനുസരണക്കേട് കാണിക്കും. ആ നിലപാട് നമ്മൾ കൈക്കൊണ്ടു. ഈ 5 ചോദ്യങ്ങൾക്ക് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. സഹോദരങ്ങളെ, ഈ തടി നാളെ പരലോകത്ത് കഴിച്ചിലാവോ? നരകത്തിൽ നിന്ന് എന്റെ ശരീരത്തെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയുമോ? ഈ ശരീരത്തിൽ ഹറാം കേറിയിട്ടില്ല. ഞാൻ എന്റെ ജീവിതം മുഴുവൻ ഹലാലിന്റെ മാർഗത്തിലൂടെയാണ് ചെലവഴിച്ചത് എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ ധൈര്യമുള്ള, തന്റേടമുള്ള, ഉറപ്പുള്ള എത്ര ആണും പെണ്ണുമുണ്ട് ഈ കൂട്ടത്തിൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് രാവിലെ ജോലി അന്വേഷിച്ച് വീട് വിട്ടിറങ്ങുമ്പോ അവരുടെ വീട്ടിലെ പെണ്ണുങ്ങൾ, സ്വഹാബ വനിതകൾ തങ്ങളുടെ ഭർത്താക്കന്മാരെ വിളിച്ചു പറഞ്ഞ ഒരു വാചകം നമുക്ക് കാണാം. ഇന്നാ നസ്ബിറു മിനൽ ജൂഇ വലാ നസ്ബിറു മിനൻ നാർ. വിശപ്പ് സഹിക്കാൻ ഞങ്ങൾ റെഡിയാണ്, നരകം സഹിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. എന്തായി പറഞ്ഞതിന്റെ അർത്ഥം?
നിങ്ങൾ ജോലിയില്ലാതെ വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ നിങ്ങളോടൊപ്പം ഈ വീട്ടിലിരുന്ന് വിശപ്പ് സഹിക്കാൻ, ആ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും നിങ്ങളുടെ കൂടെ നിൽക്കാൻ, എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ എന്റെ ഭാര്യയും മക്കളും പട്ടിണി കിടക്കേണ്ടി വരുമല്ലോ എന്ന് കരുതി ഏതെങ്കിലും ഹറാമായ മാർഗത്തിലൂടെ നിങ്ങൾ സമ്പാദിച്ചു കൊണ്ടുവന്ന് എന്നെയും എന്റെ മക്കളെയും അത് തീറ്റിച്ച് ആ ഹറാമ തിന്നതിന്റെ പേരിൽ ഈ തടിയെങ്ങാനും നരകത്തിൽ പോകേണ്ടി വന്നാൽ നരകം സഹിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് തന്റേടത്തോടെ വീട് വിട്ട് ജോലിക്കിറങ്ങിയ ഭർത്താക്കന്മാരോട് പറയുന്ന സ്വഹാബ വനിതകളെ നമുക്ക് ചരിത്രത്തിൽ കാണാം. കഴിയുമോ ഇന്ന് ഇങ്ങനെ ഉപദേശിക്കുന്ന പെണ്ണുങ്ങളെ? എവിടെന്നാണെങ്കിലും മനുഷ്യ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്നൂടെ, എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇവിടെ എന്ന് പറയുന്ന പെണ്ണുങ്ങളെയാണ് നമുക്കൊന്ന് കാണാൻ കഴിയുന്നത്. നമ്മുടെ മുന്നിൽ രണ്ട് മാർഗമുണ്ട്. ഏതു വേണം? തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അള്ളാഹു ആയുസ് നൽകി, ആരോഗ്യം നൽകി, സമ്പത്ത് നൽകി, എല്ലാം തന്നുറപ്പ്. രണ്ട് മാർഗങ്ങൾ പഠിപ്പിച്ചു തന്നു. ഹറാമിന്റെ മാർഗം, ഹലാലിന്റെ മാർഗം, സത്യത്തിന്റെ മാർഗം, അസത്യത്തിന്റെ മാർഗം. ഏതിലൂടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യ നിനക്ക് നൽകി. മറ്റുള്ളതിന് അങ്ങനെയില്ല. പക്ഷേ നേരായ മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ നിന്നെ കാത്തിരിക്കുന്നത് ആകാശഭൂമികളോളം വിശാലമായ സ്വർഗമാണ്. മോശമായ മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ കത്തിയാളുന്ന നരകമാണ് നിന്നെ കാത്തിരിക്കുന്നത്. ഏതു വേണം? മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ, ഹൃദയത്തിൽ ഉണ്ടാകണം ആ പ്രവാചകൻ. ആ പ്രവാചകന്റെ ചര്യകൾ, ആ പ്രവാചകന്റെ മാതൃകകൾ, ആ പ്രവാചകന്റെ ഉപദേശങ്ങൾ. ആ പ്രവാചകൻ സഞ്ചരിച്ചു, മാതൃക കാണിച്ചു തന്നു. ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുക. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന മുത്തഖീകളായി തീരുവാൻ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, ജുമുഅ തുടങ്ങിയ സമയത്ത് ആളുകൾ വളരെ കുറവായിരുന്നു. 2-3 സഫ് ആളുണ്ടായിരുന്നു. ഞാനിവിടെ ബാങ്കിന് ശേഷം എഴുന്നേറ്റ് നിന്ന് ഹംദും സ്വലാത്തും പറയുമ്പോൾ മനസ്സിന് വല്ലാത്ത പ്രയാസം തന്നെ തോന്നിപ്പോയി. എത്രയോ തവണ ആവർത്തിച്ച് പറഞ്ഞതാണ്. വെള്ളിയാഴ്ചയാണ്, ജുമുഅയാണ്, നേരത്തെ വരണമെന്നത് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി ഫീ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. നിങ്ങളുടെ കച്ചവടവും മറ്റ് ഭൗതികമായ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ജുമുഅക്ക് വേണ്ടി ധൃതിപ്പെട്ടുകൊണ്ട് നേരത്തെ പള്ളിയിലേക്ക് വരണം. അതാണ് നിങ്ങൾക്ക് ഖൈർ എന്ന വിശുദ്ധ ഖുർആനിന്റെ വചനം നാം മറന്നു പോകരുത്. മനഃപൂർവ്വം ജുമുഅക്ക് താമസിക്കാന്ന് പറഞ്ഞാൽ അത് കുറ്റകരമായ കാര്യമാണ്. അതുകൊണ്ട് താമസിച്ചു വരുന്ന ആളുകൾ സ്വയം ചിന്തിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഒന്നാമത്തെ ഖുതുബയിൽ ഞാൻ ഓതി വെച്ച ഒരു വചനം വിശുദ്ധ ഖുർആനിന്റെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ 51-ാമത്തെ വചനമാണ്. ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം മുസ്ലിമും തുർമുദിയും ഉദ്ധരിക്കുന്ന സുദീർഘമായ ഒരു ഹദീസിൽ അന അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, ഇന്നല്ലാഹ ത്വയ്യിബുൻ, തീർച്ചയായും അല്ലാഹു ത്വയ്യിബാണ്, അവൻ പരിശുദ്ധനാണ്. ലാ യഖ്ബലുല്ലാഹു ഇല്ലാ ത്വയ്യിബാൻ, ത്വയ്യിബല്ലാത്തതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അല്ലാഹു പരിശുദ്ധനാണ്, വിശിഷ്ടനാണ്. അതുകൊണ്ട് തന്നെ ത്വയ്യിബല്ലാത്ത, വിശിഷ്ടമല്ലാത്ത, പരിശുദ്ധമല്ലാത്ത, നല്ലതല്ലാത്ത ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ, ഒരു 10 രൂപ നിങ്ങൾ ദാനം ചെയ്യുമ്പോൾ ആ 10 റുപ്യ പോലും ഹലാലായ മാർഗത്തിലൂടെ നിങ്ങൾ സമ്പാദിച്ചതായിരിക്കണം. നിങ്ങൾ 10 ലക്ഷം ദാനം ചെയ്താലും അത് മറ്റൊരാളെ
പഠിച്ചുകൊണ്ട് തട്ടിപ്പും വെട്ടിപ്പും നടത്തി, അല്ലെങ്കിൽ ലോട്ടറി അടിച്ചത്, ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിച്ചത്, ചുളിവിലൂടെ നേടിയെടുത്തത്, ഇതൊക്കെ കൊണ്ട് നിങ്ങൾ കൊടുത്തിട്ട് കാര്യമില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. അല്ലാഹു പരിശുദ്ധനാണ്. പരിശുദ്ധമായത് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. വഇന്നല്ലാഹ അമറൽ മുഅ്മിനീൻ, തീർച്ചയായും അല്ലാഹു മുഅ്മിനീങ്ങളോട് കൽപ്പിക്കുകയാണ്. എന്താ കൽപ്പിക്കുന്നത്? ബിമാ അമറ ബിഹിൽ മുർസലീൻ, മുർസലീങ്ങളോട് അല്ലാഹു അവന്റെ റസൂലുകളോട് എന്താണോ കൽപ്പിച്ചത് അതേ കാര്യം കൊണ്ട് തന്നെ മുഅ്മിനീങ്ങളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. എന്താണ് റസൂലുകളോട് അല്ലാഹു കൽപ്പിച്ചത്? യാ അയ്യുഹർ റസൂൽ കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ ഇന്നി ബിമാ തഅമലൂന അലീം. അതാണ് ഞാൻ ആമുഖമായി ഓതി വെച്ച വചനം. അല്ലാഹു പറയുകയാണ്, മുർസലീങ്ങളോട് പറയുകയാണ്, ഹേ റസൂലുകളെ, കുലൂ നിങ്ങൾ തിന്നുക, മിനത് ത്വയ്യിബാതി ത്വയ്യിബായതിൽ നിന്ന്, വിശിഷ്ടമായതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക, വഅമലൂ സ്വാലിഹാ നിങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക. കാരണം ഇന്നി ബിമാ തഅമലൂന അലീം, തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി ഞാൻ കൃത്യമായി അറിയുന്നുണ്ട് എന്ന് അല്ലാഹു മുർസലീങ്ങളോട് നൽകിയ ഉപദേശമാണ്. ആ ഉപദേശം കൊണ്ട് മുഅ്മിനീങ്ങളെ നാം നിങ്ങളോട് കൽപ്പിക്കുകയാണ്. വഖാല, അല്ലാഹു പറയുകയാണ് അവന്റെ ഖുർആനിൽ, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, വിശ്വാസികളെ, കുലൂ മിനത് ത്വയ്യിബാതി നിങ്ങൾ തിന്നണം, ത്വയ്യിബായതിൽ നിന്ന്, മാ റസഖനാകും നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്ന് ത്വയ്യിബായതാണ് നിങ്ങൾ തിന്നേണ്ടത്, വിശിഷ്ടമായതാണ് നിങ്ങൾ ഭക്ഷിക്കേണ്ടത്. ഇത് മുർസലീങ്ങളോട് അല്ലാഹു പറഞ്ഞു. ആ മുർസലീങ്ങളോട് കൽപ്പിച്ച അതേ കാര്യം കൊണ്ട് മുഅ്മിനീങ്ങളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. ഇതെല്ലാം വിശദീകരിച്ചിട്ട് ഖാല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വദക്കറ റജുൽ, ഒരു മനുഷ്യന്റെ ഉദാഹരണം പ്രവാചകൻ പറയുകയാണ്. എങ്ങനെയുള്ള മനുഷ്യൻ? യുതീലു സഫർ, ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ, യാത്രക്കാരനായ ഒരു മനുഷ്യൻ. എത്രത്തോളം അശ്അസ അഗ്ബറ, ആ യാത്രയുടെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ മുടിയും താടിയുമെല്ലാം ജടപിടിച്ച്, ശരീരമാസകലം വസ്ത്രമെല്ലാം പൊടിപുരണ്ട്, അഥവാ അത്ര ദൂരം യാത്ര ചെയ്ത മനുഷ്യൻ. യാത്രക്കാരന്റെ പ്രാർത്ഥനയ്ക്ക് ഇസ്ലാമിൽ പ്രത്യേകതയുണ്ട്. പ്രവാചകന്റെ മറ്റൊരു ഹദീസിൽ കാണാം, സലാസു ദഅവാതിൻ മുസ്തജാബാതു ലാ ശക്ക ഫീഹിന്ന, മൂന്ന് വിഭാഗം ആളുകളുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വേഗം ഉത്തരം തരും. അതിലൊരു ശക്കുമില്ല, ഒരു സംശയവുമില്ല. അതിലൊരു വിഭാഗം ദഅവത്തുൽ മുസാഫിർ, മുസാഫിറിന്റെ പ്രാർത്ഥനയാണ്. മുസാഫിർ മഅന യാത്രക്കാരൻ. യാത്രക്കാരന്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വേഗം ഉത്തരം കൊടുക്കുന്ന ഒരു വിഭാഗമാണ് യാത്രക്കാരൻ. പ്രവാചകൻ ഇവിടെ പറയുകയാണ്, യുതീലു സഫർ, ദീർഘദൂരം യാത്ര ചെയ്ത ഒരു മനുഷ്യൻ, അശ്അസ വ അഗ്ബറ, താടിയും മുടിയെല്ലാം ജടപിടിച്ച്, ശരീരവാസകലം പൊടിപടലങ്ങൾ ഉരുണ്ട്, ഇത്ര ദൂരം യാത്ര ചെയ്തിട്ട് ആ യാത്രക്കാരനായ മനുഷ്യൻ യമുദ്ദു യദാഹു ഇലസ്സമാ, തന്റെ കൈകൾ രണ്ടും ആകാശത്തേക്ക് ഉയർത്തുകയാണ്. എന്നിട്ട് വിളിക്കുകയാണ്, യാ റബ്ബി യാ റബ്ബി എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹുവോട് തേടുകയാണ്. പക്ഷേ ആ യാത്രക്കാരന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല. എന്തുകൊണ്ട്? ഒന്ന്, യാത്രക്കാരന്റെ പ്രാർത്ഥന വളരെ വേഗം ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന. രണ്ട്, ആകാശത്തേക്ക് ഉയർത്തിയ കൈകൾ അതിന് ഉത്തരം കൊടുക്കാതെ ശൂന്യമായി മടക്കി അയക്കുക എന്നുള്ളത് അല്ലാഹുവിന് ലജ്ജയുള്ള കാര്യമാണ്. ഉത്തരം കിട്ടാതെ രണ്ടാമത്തെ ചാൻസ് അവിടെ ഉണ്ടായി. മൂന്ന്, റബ്ബ് എന്ന പദം കൊണ്ട് തുടങ്ങുന്ന പ്രാർത്ഥനയ്ക്ക് ഇസ്ലാമിൽ വളരെയേറെ പ്രത്യേകതയുണ്ട്. അല്ലാഹു വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. യാ റബ്ബി യാ റബ്ബി എന്ന് വിളിച്ചാൽ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടേണ്ട എല്ലാ വശങ്ങളും ഇവിടെ ഒത്തുചേർന്നു. എന്നിട്ടും ഈ യാത്രക്കാരൻ യമുദ്ദു യദാഹു ഇലസ്സമാഇ യാ റബ്ബി എന്ന് വിളിക്കുന്നു, ഉത്തരം കിട്ടുന്നില്ല. കാരണം പ്രവാചകൻ പറയുകയാണ്, വമത്അമുഹു ഹറാം, അവന്റെ ഭക്ഷണം ഹറാമാണ്. വമശ്റബുഹു ഹറാം, അവന്റെ പാനീയം ഹറാമാണ്. വമൽബസുഹു ഹറാം, അവന്റെ വസ്ത്രം അവൻ ധരിച്ചിരിക്കുന്നത് ഹറാമാണ്. വഗുദിയ ബിൽ ഹറാം, മൊത്തത്തിൽ ഹറാമിൽ അവൻ പൊതിയപ്പെട്ടിരിക്കുകയാണ്. ഹറാമിലൂടെയാണ് അവൻ ഊട്ടപ്പെട്ടത്. ഹറാമിൽ മുങ്ങിക്കുളിച്ച മനുഷ്യൻ ഫഅന്നാ യുസ്തജാബു ലിദാലിക, പിന്നെ എങ്ങനെയാണ് മനുഷ്യൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക?
അപ്പൊ നമ്മുടെയൊക്കെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാത്തതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം, നമ്മൾ കുറെ കാലമായല്ലോ കുറെ കാര്യങ്ങൾ റബ്ബിനോട് തേടുന്നത്. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ, നമ്മുടെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ കഴിഞ്ഞ മാസം വരെ നമ്മൾ ഫലസ്തീനികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ ദുആയിരുന്നവരാണ്. ഇന്ന് അതുപോലത്തെ അവസ്ഥകൾ നമ്മുടെ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കോടതി നമുക്ക് ആ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഈ ഭൗതികമായ ഇവിടുത്തെ കോടതിയുടെ വിധി പോലും നമ്മുടെ എല്ലാ പ്രതീക്ഷകളും തകർക്കുന്ന രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ കൈ ഉയർത്തി തേടുന്നുണ്ട്, ഉത്തരം കിട്ടുന്നില്ല. എന്നിട്ട് നമ്മൾ പടച്ചോനെ കുറ്റം പറയാം, അള്ള കേൾക്കുന്നില്ലേ, അള്ള കാണുന്നില്ലേ, ഇതെന്താ അള്ള ഇടപെടാത്തത്? നമ്മളൊക്കെ എത്ര തേടി, അള്ളാഹു ഇത്ര ക്രൂരനാണോ? നമ്മൾ അള്ളാഹിനെ ചീത്ത പറയാ. മനുഷ്യ, നീ നിന്റെ കൈകൾ ഉയർത്തിയിട്ട് കാര്യമില്ല, എങ്ങനെ നിന്റെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. ഹറാമിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ് അവൻ, അവന്റെ ജീവിതം തന്നെ ഹറാമിന് വേണ്ടിയാണ്. ഹറാം ഒഴിവാക്കാതെ നിന്റെ പ്രാർത്ഥന പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. അതുകൊണ്ട് ജീവിതം ഹലാലിന്റെ മാർഗത്തിലൂടെ ആയിരിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.